അടുത്തതെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം, എ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ദാറ്റ് കളക്ട്, റെക്കോർഡ്, സ്റ്റോർ, അനലൈസ് ആൻഡ് റിട്രൈവ് ഡേറ്റ റിലേറ്റഡ് ടു HR ആക്ടിവിറ്റി. HR ആക്ടിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്ത്, റെക്കോർഡ് ചെയ്ത്, സ്റ്റോർ ചെയ്ത്, അനലൈസ് ചെയ്ത്, പിന്നീട് ആവശ്യമുള്ളപ്പോൾ നമുക്ക് റിട്രൈവ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് HRIS. അതാണ് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ എല്ലാ HR ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കും, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ നീഡ് എന്ന് പറയുന്നത് ക്വിക്ക് ആക്സസ് ടു എംപ്ലോയി ഡേറ്റ. നമുക്ക് പെട്ടെന്ന് എംപ്ലോയി ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എംപ്ലോയി ഡേറ്റ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇംപ്രൂവ് ഡിസിഷൻ മേക്കിംഗ്. നമ്മളെ ഡിസിഷൻ മേക്കിങ്ങിന് ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. കാരണം പഴയ ഡേറ്റാസൊക്കെ എടുത്ത് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. പിന്നെ കോസ്റ്റ് ആൻഡ് ടൈം എഫിഷ്യൻസി. നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ ടൈമിൽ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ അതാണ് കോസ്റ്റ് ആൻഡ് ടൈം എഫിഷ്യൻസി. പിന്നെ ആക്യുറസി ഇൻ HR ഓപ്പറേഷൻ. HR ഓപ്പറേഷൻസിൽ ആക്യുറസി ഉണ്ടാവും, നമുക്ക് കറക്റ്റായിട്ടായിരിക്കും കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് മിസ്റ്റേക്സ് ഒന്നും വരത്തില്ല. പിന്നെ കംപ്ലയൻസ് ആൻഡ് റിപ്പോർട്ടിംഗ് നീഡ്സ്. നമുക്ക് എപ്പോഴാണോ നമുക്ക് ലീഗൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ അത് കറക്റ്റ് ടൈമിൽ മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള ഇൻഫർമേഷൻസ് എല്ലാം അതിലുണ്ടാവും. പിന്നെ ഉള്ളത് റിപ്പോർട്ടിംഗ് നീഡ്സ്. നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണോ ഉള്ളത്, എന്തൊക്കെ ആണോ റിപ്പോർട്ട് ചെയ്യേണ്ടത് HR-ആയിട്ട് ബന്ധപ്പെട്ട്, അത് കറക്റ്റ് ടൈമിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് സ്ട്രാറ്റജിക് HR പ്ലാനിങ്. സ്ട്രാറ്റജിക് HR പ്ലാനിങ് എന്ന് പറയുന്നത് ലോങ് ടേമിലേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്യണം, അത് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് സ്ട്രാറ്റജിക് HR പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വന്നിട്ട് ഇൻ്റഗ്രേഷൻ വിത്ത് അതർ ബിസിനസ് സിസ്റ്റം. നമ്മളെ മറ്റുള്ള ബിസിനസ് സിസ്റ്റമായിട്ട് നമുക്ക് നമ്മുടെ HR ഇൻഫർമേഷൻ സിസ്റ്റം ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മുടെ അക്കൗണ്ടിങ്ങുമായിട്ട് അല്ലെങ്കിൽ സ്റ്റോർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർസും നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ HRൻ്റെ ഒരു സോഫ്റ്റ്വെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള എന്തൊക്കെ സോഫ്റ്റ്വെയർ നമ്മളെ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നുണ്ടോ, ഇപ്പം CRM സോഫ്റ്റ്വെയർ, കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ്, അപ്പോൾ CRM സോഫ്റ്റ്വെയർ നമ്മുടെ HR ഇൻഫർമേഷൻ സിസ്റ്റമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഓരോ കസ്റ്റമറുമായിട്ട് ഏത് എംപ്ലോയി ആണ് ഡീൽ ചെയ്യുന്നത്, ഇപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ ഏത് സെയിൽസ് പേഴ്സൺ ആണ്, ഏത് കസ്റ്റമറാണ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ CRM, അതായത് കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ്, HRMൻ്റെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം കൂടെ കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ അക്കൗണ്ട്സ് കണക്ട് ചെയ്യാം. നമ്മൾ എന്തൊക്കെ സോഫ്റ്റ്വെയർസ് ഓരോ ആക്ടിവിറ്റീസിനും യൂസ് ചെയ്യുന്നുണ്ടോ എല്ലാം നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇനി ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഓട്ടോമേറ്റ് റുട്ടീൻ HR ടാസ്ക്. നമുക്ക് റെഗുലറായിട്ട് ചെയ്യേണ്ട HR ടാസ്ക് എന്തൊക്കെയുണ്ടോ അതിനെല്ലാം ഓട്ടോമേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്തു പോകും. പിന്നെ മെയിൻറ്റെയിൻ ആക്യുറേറ്റ് എംപ്ലോയി റെക്കോർഡ്. പ്രോപ്പറായിട്ട് എംപ്ലോയി റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇംപ്രൂവ് HR ഡിസിഷൻ മേക്കിംഗ്. HR ഡിസിഷൻ മേക്കിംഗ് ഇംപ്രൂവ് ആവും. നെക്സ്റ്റ് എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ HR. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ അകത്ത്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് തന്നെ കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും HR മാനേജേഴ്സിന് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുണ്ട്, അത് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സപ്പോർട്ട് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. പെർഫോമൻസ് മാനേജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും അവിടെ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കറക്ഷൻസ് ചെയ്യണമെന്നുള്ളത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി മാനേജ് പേറോൾ ആൻഡ് ബെനിഫിറ്റ്സ് എഫിഷ്യൻ്റ്ലി. പേറോളും അതേപോലെ ബെനിഫിറ്റ്സും എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ വന്നിട്ട് എൻഷുവർ കംപ്ലയൻസ് വിത്ത് ലേബർ ലോസുമായിട്ട് ഉള്ള കംപ്ലയൻസ് ഈസി ആയിട്ട് നമുക്ക് ലേബർ ലോ ആയിട്ട് കംപ്ലയൻസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. പിന്നെ റെഡ്യൂസ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കുറയും. നമുക്ക് ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ആവത്തില്ല, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കുറയും. പിന്നെ ഉള്ളത് സപ്പോർട്ട് സ്ട്രാറ്റജിക് HR പ്ലാനിങ്. സ്ട്രാറ്റജിക് HR പ്ലാനിങ്ങിനെ സപ്പോർട്ട് ചെയ്യും, അതായത് ലോങ് ടേം HR പ്ലാനിങ്ങിനെ സപ്പോർട്ട് ചെയ്യും ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇനി ലാസ്റ്റ് വൺ, ഇംപ്രൂവ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ത്രൂ സെൽഫ് സർവീസ് പോർട്ടൽ. നമുക്ക് സെൽഫ് സർവീസ് പോർട്ടലുണ്ട്. അപ്പം അത് എംപ്ലോയീസിന് തന്നെ കയറിയിട്ട് അവരുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്ത് അവർക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ നോക്കാനായിട്ട് പറ്റും. അപ്പോൾ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇമ്പ്രൂവ്, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് HRIS.